ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സിയോൺ വില്ല കാണാനാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് വീടെടുക്കുന്നത് കൊണ്ട് അവളിപ്പം നല്ല നല്ല വീടുകളൊക്കെ നോക്കി കാണുകയാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് നിഷയാണ് കേട്ടോ. അപ്പോൾ അവൾ എന്നെയും കൂടി ക്ഷണിച്ചു. അവൾ എൻ്റെ നാട്ടിലേക്ക് വന്നപ്പോൾ എന്നെയും കൂടി ക്ഷണിച്ചു. അപ്പം നമ്മൾ അങ്ങനെ വീട് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിയോൺ വില്ലൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പോൾ ഇത് അതിവിശാലമായ മുറ്റം തന്നെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നുണ്ട്. ചുറ്റും നല്ല പുൽ മൈതാനങ്ങളൊക്കെ നല്ല രസമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല വിശാലമായിട്ട് തന്നെ മുറ്റം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സും കൊടുത്തത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ആ ഏരിയ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾക്ക് ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവിടെ ഒരു മതിൽ പോലെ ഇങ്ങനെ ഒരു ഷോ വാള് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പം തന്നെ ഷോ വാള് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒരു ഷോ വാളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറം നടക്കുന്നതൊന്നും അങ്ങനെ ആൾക്കാർക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റില്ല. കണ്ടില്ല, നല്ല ഭംഗിയുള്ള ഷോ വാളാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല, സ്റ്റെപ്പ് കണ്ട നല്ല ഭംഗിയിൽ തന്നെ സ്റ്റെപ്പ് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതിനടുത്തായിട്ട് ചെടികളും വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന മതിലുകൾക്കെല്ലാം ഈ ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ചെങ്കല്ല് കൊത്തിയിട്ട് അതിനെ മിൻസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ടൈല് പോലെ ആക്കിയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി. നമ്മൾ കയറുന്ന പിന്നെ മതിലിനും അതുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സിറ്റിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് നിഷ. ഹായ് നിഷ. ഓക്കെ, അപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീട്ടിലേക്ക് വന്നത്, വീട് കാണാൻ വേണ്ടി. അപ്പോൾ ഇതാ കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ഡോറാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഡോറ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഇവിടത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് കോട്ടിയാടാണ് കേട്ടോ. ഒക്കെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് പിന്നെ ഓപ്പൺ അല്ല കേട്ടോ, മഴയൊന്നും വന്ന് വീഴുന്ന കോട്ടിയാടല്ല. അത്യാവശ്യം ലൈറ്റും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കോട്ടിയാട് വെച്ചിട്ടുണ്ട്. നല്ല ചെടികളും പെബിൾസൊക്കെ വെച്ചിട്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് നല്ല അത്യാവശ്യത്തിന് ഈ വീടിന് ഇഷ്ടം പോലെ ലൈറ്റും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മുറ്റത്തേക്ക് വെറുതെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വാൾ പെയിൻ്റാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് വാഷ് ബേസ് കൊടുത്തിരിക്കുന്നത്. ഒരു ബാത്റൂമും കോമൺ ബാത്റൂമും ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ്ങും സിറ്റിംഗ് ഏരിയ ഒക്കെ ഒന്നിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റും ഇവിടെ തന്നെയാണ് കേട്ടോ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ മുറ്റം കണ്ടില്ലേ, ഇവിടെ തന്നെയാണ് എല്ലാം. ഈ മുറ്റത്തുനിന്ന് നമ്മൾക്ക് ഈ മുറ്റത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് കിച്ചൺ ഭാഗവും ഡൈനിങ് റൂമും നമ്മളെ ഹാളും ഒക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥലം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഈ വീട്ടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എനിക്ക് ഇവിടെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി. ഓക്കെ, അപ്പം ഈ വീട്ടിൻ്റെ ഉടമയുടെ മകനാണ്. അപ്പോൾ ഞാൻ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവൻ ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ക്രോക്കറി ഷെൽഫാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് ക്രോക്കറി ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനകത്ത് ലൈറ്റും ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഉള്ളത് ഓപ്പൺ കിച്ചണാണ്. ഈ കിച്ചണിൽ അങ്ങനെ ജോലിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഇൻഡക്ഷൻ കുക്കറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്യാസ് സ്റ്റൗ കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ കൊണ്ടുവെക്കാലോ, അത് കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഫ്രിഡ്ജൊക്കെ ഈ അലമാര ഇൻബിൽട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ അലമാരൻ്റെ അകത്താണ് ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കിച്ചൺ ഇതാണ് കേട്ടോ. വർക്ക് ഏരിയ ഇവർക്ക് ഇതാണ്. ഇവിടെയാണ് മെയിനായിട്ട് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ എല്ലാം ഉണ്ട്. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എത്തിയതുകൊണ്ട് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അവർ. അപ്പോൾ അവരങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നേരെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നത് മനോഹരമായ കാഴ്ചയാണ് കേട്ടോ.
ഈ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ നല്ല ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യത്തിനുള്ള വലിയ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട്. രാത്രി നല്ല രസം ഉണ്ടാവും ഇവിടെ കാണാൻ വേണ്ടി. കാരണം ഒക്കെ ഇത് വയലിൻ്റെ തീരായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഇവിടെ പിന്നെ ഈ ഡൈനിങ് കം സിറ്റിംഗ് റൂം ആൻഡ് പിന്നെ അതുകൂടാതെ കിച്ചൺ ഇതൊക്കെ ഈ ഏരിയയിലാണ് കേട്ടോ വരുന്നത്. ഈ മനോഹരമായി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയിലാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ അട്രാക്ഷൻ തോന്നിയത് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഷട്ടറൊക്കെ നമുക്ക് താത്തിയിടാൻ പറ്റും കേട്ടോ. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഷട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതുകൊണ്ട് പേടിയില്ലാതെ നിൽക്കാമെന്ന്. ഇവിടെ ഗ്ലാസിൻ്റെ ഡോറല്ലേ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതുകൂടാതെ ഷട്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡിലേക്കൂടെ നമ്മൾക്ക് ഈ ഭാഗത്തേക്ക് വരാൻ പറ്റും കേട്ടോ. ഈ റൂമിലേക്ക് വരാൻ പറ്റും. ഇവിടെയും വഴിയുണ്ട് കേട്ടോ. ഇത് നേരെ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ബെഡ്റൂം ഏരിയ ആണ് കേട്ടോ. ഈ ഭാഗത്ത് ബെഡ്റൂം ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. മോർണിംഗിൻ്റെ സമയമാണ്, സൂര്യൻ ഉദിച്ച് വരുന്ന ആ ടൈം ആയതുകൊണ്ട് നല്ല കണ്ടില്ലേ ആ സൂര്യൻ്റെ കിരണം ഇങ്ങനെ ഉണ്ട് അവിടെ ഇങ്ങനെ ആ പിന്നെ കോട്ടിയാടിൽ ഇങ്ങനെ തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ വീണ്ടും ഒരു കോട്ടിയാട് പോലെ സിറ്റിങ് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം അത്യാവശ്യത്തിന് എന്തെങ്കിലും നമുക്ക് പിന്നെ ചെസ്സ് അതുപോലെയുള്ള ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ മൊത്തം താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ, മുകളിൽ ഇവിടെ ഇല്ല. താഴെ മാത്രമാണ് ഇവിടെ റൂമുകളുള്ളത് കേട്ടോ. ഏകദേശം ഇവിടെ താഴെ മാത്രം ഉള്ളത് 4000 സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇവിടെ പിന്നെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് ഡോറാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ പുറത്തായിട്ട് ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ലും പിന്നെ അതുകൂടാതെ ഷട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷട്ടർ റിമോട്ട് കൊണ്ട് തുറക്കുന്നതാണ്. പിന്നെ നമ്മൾ നേരെ കയറുന്നത് ഇവിടുത്തെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. നല്ല വിശാലമായ ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂംസും ഹാളും അങ്ങനെയുള്ള ഏരിയകളൊക്കെ കോട്ടിയാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം പ്രകൃതിയായിട്ട് നമ്മൾ അടുത്തിടപഴകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് കേട്ടോ ഓരോ റൂമിനും കൊടുത്തിരിക്കുന്നത്. ഒക്കെ അതുകൊണ്ട് ഇവിടെയും കോട്ടിയാട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പൺ കോട്ടിയാടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇത് കുട്ടികളുടെ റൂമാണ്. ഒക്കെ ഫുള്ള് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻ്റാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ റൂമായതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റഡി റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഗ്ലാസ് ഡോറാണ് കേട്ടോ. ഓക്കെ, ഗ്ലാസ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ കിടക്കുന്നത് കോട്ടിയാടിലേക്കാണ്. കോട്ടിയാടിൽ നല്ല ചെടികളൊക്കെ ലിവിങ് പ്ലാന്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പെബിൾസൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ കോട്ടിയാടായതുകൊണ്ട് തന്നെ ഇവിടെ മഴയൊക്കെ ലഭിക്കും കേട്ടോ. അതുകൊണ്ട് കിടന്നുകൊണ്ട് തന്നെ നമുക്ക് മഴ പുറത്ത് പോയിട്ട് മഴ ആസ്വദിക്കുകയൊന്നും വേണ്ടല്ല, ഇവിടെ കിടന്നിട്ട് തന്നെ നമുക്ക് മഴ ആസ്വദിക്കാം. പക്ഷേ എന്നെപ്പോലെയുള്ളവർ എങ്ങനെയെന്ന് അറിയില്ല, എനിക്കൊന്നും ഇത് പറ്റൂല കേട്ടോ. പേടിത്തൊണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലൊന്നും കിടന്നുറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഇവിടെ തന്നെ നല്ല പെയിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സിങ് റൂമൊക്കെ വേറെ സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ അലമാരയൊന്നും ഇതിനകത്ത് ബെഡ്റൂമിനകത്ത് കാണത്തില്ല കേട്ടോ. ഡ്രസ്സിങ് റൂം വേറെ തന്നെയാണ്. ഇതാണ് ഡ്രസ്സിങ് റൂം, പിന്നെ വാഷ്റൂമും കേട്ടോ. ഓക്കെ, ഇവിടെ അലമാരി നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലമാരയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റ് ഏതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ലൈറ്റ് തപ്പി നടക്കുകയാണ്. നോക്കി നോക്കട്ടെ ഇതിനകത്തുണ്ടോ നോക്കാം ലൈറ്റ്. ലൈറ്റ് ഇതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ലൈറ്റ് കുറേ തപ്പി നടന്ന് ലാസ്റ്റ് ലൈറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഡ്രസ്സിങ് റൂം കേട്ടോ. പിന്നെ ഇത് വരുന്നത് നേരെ പോയി കഴിഞ്ഞാൽ ബാത്റൂമാണ്. നല്ല ഭംഗിയുള്ള ബാത്റൂമും ടൈലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വിശാലമായ നല്ല ബാത്റൂം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ആർക്കെങ്കിലും ഇതുപോലെയുള്ള വീടെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എടുത്തോട്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. കാരണം കോട്ടിയാടൊക്കെ കൂടിയിട്ടുള്ള ഒരു വീട് നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചു തന്നത്. അപ്പം നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം, അടുത്ത ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. ഇവിടെ മൊത്തത്തിൽ ഈ റൂം ഒരു ഗ്രീനാണ് കേട്ടോ. ഏകദേശം ഒരു ഒലീവ് ആ കളറില്ലേ, അതുപോലെയുള്ള കളറാണ് കേട്ടോ ഇവിടെ ചെയ്ത്. ടെക്സ്ചർ പെയിൻ്റൊക്കെ ചെയ്ത് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും നല്ല ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ കൊടുത്ത് ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സിങ് റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഇവിടെ തന്നെ കാണാൻ വേണ്ടി ഉണ്ടായതുകൊണ്ട്, സ്വിച്ചൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ലൈറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റി. ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സിങ് ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇതിനടുത്ത് തന്നെയാണ് വാഷ്റൂമും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് കാണാം. ഇതും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ടൈൽസൊക്കെ കൊടുത്തിട്ട് നല്ല ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ബെഡ്റൂം കാണാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ലൈറ്റൊക്കെ അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അയ്യോ മറന്ന്, ബെഡ്റൂമിലേക്കല്ല, ഇവിടെയും കോട്ടിയാടുണ്ട്. ഓപ്പൺ കോട്ടിയാട് തന്നെയാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇതും കണ്ടില്ലേ, തുറന്നിട്ട് ഗ്രില്ലൊക്കെ വെച്ചിട്ട് തന്നെ, സേഫ്റ്റി ആയിട്ട് ഗ്രില്ലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉള്ളത്. നല്ല ലൈഫ് പ്ലാന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മഴയൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. പെബിൾസൊക്കെ കൊടുത്തിട്ട് ഇവിടെയും നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അടുത്തത് പോകുന്നത് റൂമിലേക്കല്ല കേട്ടോ. ഇവിടെയും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷട്ടറൊക്കെ കൊടുത്തിട്ട് തന്നെയാണ്. ഇവിടെ ഒന്നും ഡോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മരത്തിൻ്റെ വുഡൻ ഡോറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എല്ലാം ഗ്ലാസ് ഡോറും പിന്നെ ഷട്ടറുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കയറുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ ഈ പിക്ചർ കാണാൻ വേണ്ടി. ഒക്കെ ഇവിടെയും കോട്ടിയാടും ഡ്രസ്സിങ് റൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വിശാലമായിട്ട് കാണാം. അപ്പോൾ ഈ വീട്ടിൽ ഡ്രസ്സിങ് റൂമാണ് കേട്ടോ. ഇതൊക്കെ സെറ്റിങ് ചെയ്തിട്ടാണ് ചെയ്തത്. വള വെക്കാനും അങ്ങനെ കമ്മൽ വെക്കാൻ അതൊക്കെ ഇല്ലേ, ജ്വല്ലറി ഐറ്റംസ് വെക്കാനൊക്കെയുള്ള ഏരിയ, അങ്ങനെ ചെരുപ്പ് വെക്കാനുള്ള ഏരിയ, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഡ്രസ്സിങ് റൂമിൻ്റെ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ കോട്ടിയാട് കണ്ടില്ലേ, ഇവിടെയും നല്ല അടിപൊളിയായിട്ട് തന്നെ പെബിൾസൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ടൈലൊക്കെ വിരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ടൈല് വിരിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ചുമര് മൊത്തം ടൈല് വിരിച്ചിട്ടാണ് ഇവിടെ കോട്ടിയാടും ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പിന്നെ കോട്ടിയാട് തന്നെയാണ് കേട്ടോ. ഇത് ഓപ്പൺ കോട്ടിയാടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ മെയിനായിട്ടുള്ള കോർട്ട്യാർഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഡ്രോയിങ് റൂം വരുന്നത്. അവിടെ ആ ഡ്രോയിങ് റൂം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നേരെ പോകുമ്പോൾ കാണുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്, നല്ല സൂപ്പറായിട്ടുള്ളൊരു പെയിൻറ്റിങ്, നല്ല കണ്ണിന് കുളിർമയേകുന്ന ഒരു സോഫയാണ് കേട്ടോ. ഇവിടെ നല്ല ഒലിവിൻ ആ ഒരു കളർ തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല അത്യാവശ്യത്തിലധികം പ്രകാശമൊക്കെ കിട്ടുന്ന ഒരു ഡ്രോയിങ് റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ മൊത്തത്തിലെല്ലാം ടെക്സ്ചർ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വീണ്ടും ഒരു പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വിശാലമായിട്ടുള്ള ഒരു കോർട്ട്യാർഡ് വീണ്ടും കാണാം. ഇത് ഓപ്പൺ കോർട്ട്യാർഡാണ് കേട്ടോ. ചെടികളൊക്കെ വെച്ച് പെബിൾസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ടൈൽസ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ തന്നെ നിഷനെ കാത്തിരിക്കുകയാണ് കേട്ടോ വെയ്തുകൊണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ. ബൈ ബൈ.